കൂമ്പി സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കൂമ്പി അടയുന്നതായിരിക്കുന്ന പൂവ് ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്നതിലൊക്കെ പോയിട്ട് വണ്ടിരിക്കുന്ന അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ പെട്ടിട്ട് ഈ മുള്ളിലൊക്കെ പെട്ടിട്ട് അങ്ങനെ അതിൻ്റെ ജീവിതം നശിച്ചു പോകുന്നത് പോലെ വിവേകമില്ലാതെ വിഷയങ്ങളിൽ പതിച്ചാൽ വണ്ടിനെ പോലെ നശിക്കുമെന്ന് പഠിച്ചു. മാൻ എൻ്റെ ഗുരുവാണ് 15ാമത് എന്ന് പറഞ്ഞു. കാട്ടാളൻ വലയൊക്കെ വിരിച്ചിട്ട് മാനിനെ കാത്തിരിക്കും. അതിന് മുമ്പായിട്ട് വല വിരിച്ചതിന് ശേഷം ഒരു സംഗീതം വെക്കുമെന്നാണ്, ഗ്രാമ്യ ഗീതം. അപ്പം മാനിന് വളരെ ഇഷ്ടമാണ് അത്ര ഈ സംഗീതം. അതുകൊണ്ട് സംഗീതം കേൾക്കുന്ന ദിശയിലേക്ക് മാൻ ഓടും. അപ്പോൾ ഓണ വഴിക്ക് ആ വലയിൽ കുടുങ്ങിയിട്ട് മാൻ അത് കാട്ടാളൻ്റെ പിടിയിൽപ്പെടും. മത്സ്യം എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞ് 16ാമത് ചൂണ്ടയിൽ ഇര കോർത്തിട്ട് മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി ഇടുമ്പോൾ ഭക്ഷണ സാധനം എന്ന് വിചാരിച്ചിട്ട് മത്സ്യം വന്നിട്ട് ചൂണ്ടയിൽ കൊത്തും. അങ്ങനെ കൊത്തുന്ന സമയത്ത് അതിൻ്റെ ജീവിതം അങ്ങനെ നശിക്കുമെന്നാണ്. അപ്പം ഇങ്ങനെ 16 ഗുരുക്കന്മാരെ പറഞ്ഞു. ആന എന്തൊക്കെയാണ്? പാറ്റ, ആന, വണ്ട്, മാൻ, മത്സ്യം. ഇത് 5 ജീവികളും ഓരോന്നിൻ്റെയും ഓരോ ഇന്ദ്രിയങ്ങളാണ് കൊല്ലുന്നതെന്നാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഇന്ദ്രിയം കൊണ്ട് ഒരു ജീവിതം തന്നെ ഒരു ജീവിയുടെ നാശത്തിന് കാരണമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 ഇന്ദ്രിയങ്ങളും ഒരേ നിമിഷം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളിലൊക്കെ, മനുഷ്യരിൽ അല്ലേ. ഒരു ഇന്ദ്രിയം കൊണ്ടാണ് ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെയും നശിച്ചതെന്ന്. 5 ഇന്ദ്രിയങ്ങളും ഒരുപോലെ സദാസമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ എത്രമാത്രം ശ്രദ്ധയോടെ ജീവിക്കേണ്ടതാണ്. ത്വക്കായാലും കണ്ണായാലും കാതായാലും നാക്കായാലും മൂക്കായാലും ഒക്കെ ഓരോ തരത്തിൽ വിഷയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് എന്നും അത് അമിതമായിരിക്കുന്ന ആകർഷണം അവസാനം നാശമാണെന്നുമാണ് പറഞ്ഞു വെച്ചതൊക്കെ. പിന്നീട് 17ാമത് പിങ്കള എന്ന സ്ത്രീ ഗുരുവാണ് എന്ന് ദത്താത്രേയ മഹർഷി പറഞ്ഞു എന്നാണ്. ഇങ്ങനെ പിങ്കളയുടെ ജീവിതം ഒരു അത്ര നല്ല മാർഗത്തിൽ കൂടി ആയിരുന്നില്ല എന്നാണ്. എല്ലാ ദിവസവും വരുന്നതായിരിക്കുന്ന അതിഥികളെ സ്വീകരിച്ചിട്ടാണ് പിങ്കള കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം പുതിയ ഒരു അതിഥിയൊന്നും വരാതെ അങ്ങനെ നോക്കിയിരുന്നു പിങ്കളന്ന്. രാത്രി മുഴുവനും വരുന്നതായിരിക്കുന്ന അതിഥിയെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ആരും വന്നില്ല. അന്ന് രാത്രി അവസാനിച്ച പ്രഭാതമാകുന്ന സമയമാകുമ്പോഴേക്ക് ഏതോ ഒരു ജന്മത്തിൽ ചെയ്ത ഒരു സുഹൃതം കൊണ്ട് ആയിരിക്കാമെന്നാണ് ദൂരെ നിന്നൊരു കൃഷ്ണഗീതം കേൾക്കാനിടയായി. ഒരു ഭക്തി ഗാനം. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗാനം അവളുടെ ഒരു ചിന്തയിൽ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതെന്ന്. മറ്റു പല വിഷയങ്ങളിലും ശ്രദ്ധിച്ച് ജീവിതം അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ടൊരു കൃഷ്ണന്റെ ഭക്തിഗാനം ഇങ്ങനെ ദൂരെ നിന്ന് കേട്ടപ്പോൾ ആ ഒരു കേൾവിയിൽ തന്നിൽ തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നതായ ആനന്ദ സ്വരൂപനായ ഈശ്വരനെ മറന്നിട്ട് കേവലം മലപിണ്ടാകാരമായിരിക്കുന്ന ഈ ശരീരത്തെ സുഖോപകരണമാണെന്ന് വിചാരിച്ച് ഇത്രയും കാലം വെറുതെ വ്യർത്ഥമാക്കി കളഞ്ഞല്ലോ എന്നുള്ളതായിരിക്കുന്ന ദുഃഖം, അതുവഴി കണക്കില്ലാത്തതായിരിക്കുന്ന ദുരിതത്തെ സമ്പാദിച്ചു വെക്കുകയും ഈ ദുഃഖ പരമ്പരകളെ അനുഭവിക്കുകയും ചെയ്തുവല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു പശ്ചാത്താപം, ഒരു ചിന്ത പിങ്കളയിൽ ഉണ്ടായി എന്നാണ്. ഈ എന്നെ പോലെ മൂഢയായിട്ട് ഈ വിദേഹ രാജ്യത്തിന് ഇനി ഒരാളും ഉണ്ടാവുകയില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു തോന്നല്, ഒരു ധാരണ ഉണ്ടാവുകയും തനിക്ക് വന്നുപെട്ടതായിരിക്കുന്ന എല്ലാ ദുഃഖ അനുഭവങ്ങളെയും ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് മറന്നിട്ട് വൈരാഗ്യ ആയിട്ട് ആ സന്യസ്തയായിട്ട് അങ്ങനെ ഭഗവാനെ പ്രാപിച്ചു എന്നാണ്. അപ്പോൾ പെങ്ങള് പറയുകയാണ്, ആശയാണ് പരമമായിരിക്കുന്ന ദുഃഖം എന്നാണ്. പരമസുഖം എന്ന് പറയുന്നത് നിരാശയാണ് പരമമായ സുഖം എന്നുള്ളതായിരിക്കുന്ന ഒരു തിരിച്ചറിവിലേക്ക് പിങ്കള എത്തിച്ചേർന്ന്. പിങ്കള എൻ്റെ ഗുരുവാണ് 17ാമത് എന്നാണ്. അപ്പൊ 18ാമത് ഗുരുവാണ് അത്ര കുരരപ്പക്ഷി. കുരരപ്പക്ഷി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ പക്ഷി, കുരുവി പക്ഷി എന്നൊക്കെ പറയണത്. അതിൻ്റെ ചുണ്ടില് എടുക്കാൻ പറ്റാത്തത്ര ഭാരമുള്ള ഒരു മാംസകഷണവുമായിട്ട് അത് പറന്ന് ഉയർന്നപ്പോൾ ആ മാംസകഷ്ണത്തെ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു വലിയ പക്ഷികൾ അതിൻ്റെ പിന്നാലെ കൂടിയിരുന്നു. ഈ വലിയ പക്ഷികൾ തൻ്റെ പിന്നാലെ കൂടിയപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ കുറേ ദൂരമൊക്കെ ഈ മാംസകഷ്ണം പിടിച്ചിട്ട് കുരുവി കുഞ്ഞ് പറന്നു. മനസ്സിലായപ്പോൾ കൊക്കിൽ നിന്ന് ഈ മാംസകഷ്ണം കളഞ്ഞു താഴേക്ക്. ഇത് കളഞ്ഞതോട് കൂടിയിട്ട് പിറകെ വന്നതായിരിക്കുന്ന വലിയ പക്ഷികളൊക്കെ ഈ ചെറിയ പക്ഷിയെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോവുകയും അതിൻ്റെ ജീവൻ രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പദാർത്ഥത്തെ കയ്യിൽ വെച്ചാൽ എപ്പോഴും ദുഃഖമായിരിക്കും, ആപത്തായിരിക്കും ഫലം എന്നുള്ളത്
കുരര പക്ഷിയിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നു. പിന്നീട് പറഞ്ഞു ബാലൻ, ചെറിയ കുട്ടി എൻ്റെ ഗുരുവാണെന്ന്. ചെറിയ കുട്ടി ഗുരുവായി മാറിയത് എങ്ങനെയാണ്? ഈ ലോകത്തിൽ യാതൊരു ചിന്തയുമില്ലാതെ എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കുന്നത് ഈ കുട്ടികൾ മാത്രമാണെന്ന്. മറ്റുള്ളവർക്കൊക്കെ എപ്പോഴും ചിന്തകളാണ്. കൊച്ചു കുട്ടികൾക്ക് ഒരിക്കലും ഒരു ചിന്തയുമില്ല. അവരെപ്പോഴും ആനന്ദത്തോടെ സന്തോഷത്തോടു കൂടിയിട്ടിരിക്കണം. അതിന് കാരണം എന്താണ്? അവരുടെ മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ല എന്നാണ്. മനസ്സ് ശുദ്ധമാണ് അവരുടെ. മറ്റുള്ള ചിന്തകളോ സ്വാർത്ഥതയൊന്നും അവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അങ്ങനെ ആയിരിക്കണം. കൂടുതലായിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള ചിന്തകളെ കൊണ്ടൊന്നും മനസ്സിനെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ലാന്ന്. അങ്ങനെ കൂടുതൽ ചിന്തിച്ച് വിഷമിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറയുക. പെരുമ്പാമ്പിൻ്റെ അനുഭവം പറഞ്ഞു, കിട്ടാനുള്ളത് അർഹതയുള്ളത് വന്നു ചേരുക തന്നെ ചെയ്യും. അതിന് പരിശ്രമിച്ചാൽ മതി. അല്ലാതെ അതിനായിട്ട് ഉള്ളതായിരിക്കുന്ന എല്ലാ സമയങ്ങളിലും അത് തന്നെ വിചാരിച്ച് ഒരുപാട് പ്രതീക്ഷകളൊന്നും വെച്ച് അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ ആഗ്രഹങ്ങളൊന്നും കൊണ്ട് മനസ്സിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. മനസ്സ് കുട്ടികളെ പോലെ നിർമ്മലമാക്കി വെച്ചാൽ, അന്ധകരണ ശുദ്ധി ഉണ്ടായാൽ തന്നെ ധാരാളം എല്ലാം വന്നു ചേർന്നോളും എന്നുള്ളത് പഠിച്ചു. കന്യക സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി എൻ്റെ ഗുരുവാണെന്നാണ്. പെൺകുട്ടി ഗുരുവാകുന്നത് എങ്ങനെയാണ്? പെൺകുട്ടി ഒറ്റയ്ക്ക് വീട്ടിലുള്ള സമയത്താണ് അവൾക്ക് വിവാഹാലോചനയുമായിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നതെന്ന്. അങ്ങനെ അതിഥികൾ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ സൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റാരുമില്ല. അപ്പോഴെന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നെല്ലൊക്കെ കുത്തി ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് അന്നേരമൊക്കെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഉരലിലിട്ട് ഇടിച്ചു തുടങ്ങി. ഉരക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടിച്ചപ്പോൾ കയ്യിൽ കിടന്ന വളകൾ കൂട്ടി തട്ടിയിട്ട് ശബ്ദം പുറത്തേക്ക് വന്നു. ശബ്ദം പുറത്തു വന്നപ്പോൾ പുറത്തിരിക്കുന്ന അതിഥികൾ എന്ത് വിചാരിക്കും? ഈ വീട്ടിൽ ദാരിദ്ര്യമാണ്, ഇവിടെ ഒന്നുമില്ല. അപ്പൊ അതിഥികൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ് സൽക്കരിക്കേണ്ടതെന്ന് അവർ വിചാരിച്ചാൽ അത് തൻ്റെ കുടുംബത്തിന് മോശമാണല്ലോ എന്ന് വിചാരിച്ചു പെൺകുട്ടി. അപ്പൊ ഇങ്ങനെ ഓരോരോ വളകൾ ഊരി മാറ്റിയതാണ്. എത്ര വള ഊരിയിട്ടും വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കണം. അവസാനം എന്തായി? ഒരു വള മാത്രമായി എന്നാണ്. അപ്പോഴോ പിന്നീട് ശബ്ദമൊന്നും കേട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഭക്ഷണ പദാർത്ഥമൊക്കെ ഉണ്ടാക്കി അതിഥികളെ സൽക്കരിച്ചു എന്നാണ് പറയണത്. അപ്പൊ ഇതും ഗുരുവും തമ്മിൽ എന്താ ബന്ധം? വള ഊരി മാറ്റി വെച്ചു, ഭക്ഷണം ഉണ്ടാക്കി സൽക്കരിച്ചു, അതിഥികളെ സൽക്കരിച്ചു. എങ്ങനെയാ പെൺകുട്ടി ഗുരുവായി മാറിയത്? ഇതെന്താ ബന്ധം ഇതിലിപ്പോ? എന്താ ബന്ധം? ഒരു വള മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നല്ലേ? അങ്ങനെയാണോ? ഒരു കുറെ വള ഇട്ടിട്ടാണല്ലോ ഒച്ച കേട്ടത്. ഒരു വള മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇതാ എല്ലാവരും കഴിച്ചിരിക്കുന്നു. എന്താ മനസ്സിലായത്? ഒന്നിലധികം വള ഇടാൻ പാടില്ല. അങ്ങനെയാണോ മനസ്സിലായത്? അല്ലേ? കൂട്ടുകൂടിയിട്ടൊന്നും ആധ്യാത്മികത വളർത്തിക്കൊണ്ട് വരാൻ പറ്റില്ല എന്ന്. അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ കൂട്ട് വേണം, നാമം ചൊല്ലണമെങ്കിൽ കൂട്ട് വേണം, അങ്ങോട്ട് പോണേ കൂട്ട് വേണം, ഇങ്ങോട്ട് വേണേ കൂട്ട് വേണം, അല്ലേ? ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. കൂട്ടുണ്ടാവും.